ഓക്കെ. സോ റെയിൽവേ സീരീസിലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണ്. നമ്മൾ ചെയ്തു, ഇത് ചെയ്തു, ഈ ക്വസ്റ്റ്യൻ ചെയ്തു, അടുത്ത ഈ ക്വസ്റ്റ്യൻ. ഓക്കെ. ഇതിലെന്താ പറയുന്നത്? ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഇൻ ആൻ എലക്ഷൻ ബിറ്റ്വീൻ ടു കാൻഡിഡേറ്റ്സ്. ഇപ്പൊ ഞാൻ ഇത് ഫുള്ള് ക്വസ്റ്റ്യൻ ഞാൻ ഇപ്പൊ എക്സാം എഴുതുവാണെങ്കിൽ ഞാൻ ഇത് ഫസ്റ്റ് ഫുള്ള് വായിക്കുന്നതിന്റെ കൂടെ തന്നെ മാർക്ക് ചെയ്ത് പോകും, അല്ലാണ്ട് ഫുള്ള് വായിച്ചിട്ട് മാർക്ക് ചെയ്യാൻ നിൽക്കില്ല. ക്വസ്റ്റ്യൻ പറയുന്നത് ഇൻ ആൻ എലക്ഷൻ ബിറ്റ്വീൻ ടു കാൻഡിഡേറ്റ്സ് 85% ഓഫ് രജിസ്റ്റേർഡ് വോട്ടേഴ്സ് കാസ്റ്റ് ദർ വോട്ട്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് വോട്ടേഴ്സ് എക്സ് ആണെന്ന് വിചാരിച്ചോ. നമുക്ക് 100 എക്സ് എന്ന് എഴുതാം, അല്ലെങ്കിൽ 100 യൂണിറ്റ് എന്ന് എഴുതിയാൽ മതി, അല്ലെങ്കിൽ 100 എക്സ്. റെഡ് വേണ്ട. ഓക്കെ, 100 എന്ന് എഴുതി, 100 എക്സ് എന്ന് എഴുതാം. ഓക്കെ. സോ 100 എക്സ് ആണ് രജിസ്റ്റേർഡ് വോട്ടേഴ്സ്. ഒരു സെക്കൻഡ്. ഓക്കെ. അപ്പൊ രജിസ്റ്റേർഡ് വോട്ടേഴ്സ് എത്ര പേരാണ്? 100 എക്സ് ആണെന്ന് വിചാരിച്ചു. അതിന്റെ 85% എന്ത് ചെയ്തു? വോട്ട് ചെയ്തു എന്നാണ് പറയുന്നത് അല്ലെ. 85% കാസ്റ്റ് ചെയ്ത വോട്ട്. അപ്പോ കാസ്റ്റഡ് എത്ര? കാസ്റ്റഡ് അല്ലെ, സോറി, കാസ്റ്റ് ചെയ്ത് എത്ര? ഇതിന്റെ 85%. സോ 85 എക്സ്. ഓക്കെ. ഇനി പറയാണ് 4%. അപ്പൊ ഇത് കാൽക്കുലേഷൻ വരുന്നതാണ്. ആൻഡ് 4% ഓഫ് ദ വോട്ട്സ് പോൾഡ്, അതായത് കാസ്റ്റ് ചെയ്ത വോട്ട്, അല്ലെങ്കിൽ നമുക്ക് ഇത് പോൾഡ് വോട്ട് എന്ന് എഴുതാം. പോൾഡ് 4%. ഇതിന്റെ 4% ഇൻവാലിഡ് ആണ്. അപ്പൊ വാലിഡ് എത്രയാണ്? വാലിഡ് ഇപ്പൊ ഈ 85 എച്ചിന്റെ എത്ര വരും? 96% വരും അല്ലെ. 96/100 എന്ന് വരും. ഈ 85 എച്ചിന്റെ 96%ആണ് എന്ത്? വാലിഡ് ആയ. കാരണം 4% ഇൻവാലിഡ് ആണ്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇനി പറഞ്ഞിരിക്കുന്നു വിന്നിംഗ് കാൻഡിഡേറ്റ് ഗോട്ട് 65% ഓഫ്. ഓക്കെ, ഇവിടുന്ന് അടുത്ത വേറെ കാര്യമാണ് പറഞ്ഞു പോയിരിക്കുന്നത്. വിന്നിംഗ് കാൻഡിഡേറ്റിന് 65%. അപ്പൊ ഈ വാലിഡ് വോട്ടില് വിന്നിംഗ് കാൻഡിഡേറ്റിന് കുറച്ച് വോട്ട് കിട്ടി, 65% വോട്ട് കിട്ടി. സോ ഇതിന്റെ 65% വീണ്ടും എടുക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും. നോക്കട്ടെ. സോ വിന്നിംഗ് കാൻഡിഡേറ്റ് ഗോട്ട് 65% ആൻഡ് വോൺ ദ ഇലക്ഷൻ ബൈ മാർജിൻ ഓഫ് 2140. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഇതിവിടെ ഇരിക്കട്ടെ. ഇത് നമ്മളിവിടെ വെച്ചു ഡാറ്റ. അടുത്ത് പറഞ്ഞിരിക്കുന്നു വിന്നിംഗ് കാൻഡിഡേറ്റിന് 65% വോട്ട് കിട്ടി. അപ്പൊ വിന്നറിന് എത്ര കിട്ടി? 65% വോട്ട് കിട്ടി. അപ്പൊ ലൂസറിന് എത്ര വോട്ടാ കിട്ടിയത്? 35. ബാലൻസ് 35% അല്ലേ. അതായത് ഇത് കുറെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ രജിസ്റ്റർ ചെയ്തതിൽ കുറച്ച് പേര് വോട്ട് ചെയ്തിട്ടുണ്ട്. ആ വോട്ട് ചെയ്തതിൽ കുറച്ച് വോട്ട് ഇൻവാലിഡ് ആയി, ബാലൻസ് വാലിഡ് വോട്ട് ഉണ്ട്. അപ്പൊ ഈ വാലിഡ് വോട്ടാണ് എന്ത് ചെയ്യുന്നത്? വിന്നറിനും ലൂസറിനുമായിട്ട് ഡിവൈഡ് ആവുന്നത്. അപ്പൊ വാലിഡ് വോട്ടിന്റെ 65% ആർക്ക് കിട്ടി? വിന്നറിന് കിട്ടി. 35% ലൂസറിന് കിട്ടി. തോറ്റാക്ക് പോയി, കിട്ടി. അപ്പോ എന്നിട്ട് അയാള് ഇതിന്റെ മാർജിൻ എന്ന് വെച്ചാൽ എന്താ, എത്രയാണ് ഭൂരിപക്ഷം? അപ്പൊ എത്രയാ ഭൂരിപക്ഷം? 30% അല്ലേ ഭൂരിപക്ഷം. അപ്പൊ മാർജിൻ എന്ന് പറയുന്നത് 30% അല്ലെ. അത് എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? വിച്ച് ഈസ് ഈക്വൽ ടു 2142. അപ്പൊ 30% 2142 ആണെങ്കിൽ ടോട്ടൽ വാലിഡ് വോട്ട്സ് എത്രയായിരിക്കും? വാലിഡ് വോട്ട് എന്ന് വെച്ചാല് ജയിച്ചാക്കും തോറ്റാക്കും കൂടെ കിട്ടിയ ടോട്ടൽ വോട്ടിന്റെ എണ്ണം അല്ലെ, അതല്ലേ വാലിഡ് വോട്ട്. ഞാൻ ആദ്യം പറഞ്ഞ മോളിൽ നോക്കിയാൽ മതി. 100 പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, 85 പേര് പോൾ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കുറെ പേര് രജിസ്റ്റർ ചെയ്തു, കുറെ പേര് പോൾ ചെയ്തു, അതിൽ കുറെ വോട്ട് വാലിഡ് ആയി. ഓക്കെ, ആ വാലിഡ് വോട്ട് ആണ് എന്ത്? ടോട്ടൽ വിന്നറിനും ലൂസറിനും കൂടെ കിട്ടിയത്, രണ്ടും കൂടെ ചേർത്താൽ, അതായത് 65 35 കൂടെ ചേർത്താൽ. അപ്പൊ 30% 2142 ആണെങ്കിൽ ടോട്ടൽ വാലിഡ് വോട്ട് എത്ര കിട്ടും? 100%. അതായത് ഇതിനെ 30 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 30 കൊണ്ട് ഡിവൈഡ് ചെയ്താ 7 42 എത്രയാ? സോറി, 13 പ്രാവശ്യം. പിന്നെ എന്ത് ചെയ്യണം? ഒരു 0 കൂടി എണ്ണണം അല്ലെ. 7130. സോറി, 7140. 7140. 7 പ്രാവശ്യം, 4 ഒരു പ്രാവശ്യം, 12 3, 4 പ്രാവശ്യം, പിന്നെ ഒരു 0 കണ്ടിട്ട്. സോ ടോട്ടൽ വാലിഡ് ഔട്ട് എത്രയാ?
7140. സോ അടുത്ത ചോദ്യം എന്താ? ഹൗ മെനി വോട്ടേഴ്സ് ആർ രജിസ്റ്റർ? നമുക്ക് കണ്ടുപിടിക്കാൻ എന്താ? 100 എത്രയാണ് അല്ലെ? അത് എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇച്ചിരി കാൽക്കുലേഷൻ ഉണ്ട്. ഈ വാലിഡിന്റെ അടുത്ത് ഇവിടെ ഇട്ട് കൊടുത്താലും മതി. ഈ വാലിഡ് ഡോട്ടിന്റെ അടുത്ത് ഇവിടെ ഇട്ട് കൊടുത്തിട്ട് ഈ 8, സോ എച്ച് നമുക്ക് കിട്ടും. എച്ച് അടുത്ത് 100 ഇട്ട് കൊടുത്ത ടോട്ടൽ രജിസ്റ്റേർഡ് വോട്ട് കിട്ടില്ലേ അല്ലെ? സോ വാലിഡ് എത്ര? 7140 ഈക്വൽ ടു 85 എച്ച് ഇൻറ്റു 96/100. ഓക്കെ. സോ എനിക്ക് വേണ്ട എന്താ? ഇതിനെ അറേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാനുള്ളത് ക്യാൻസൽ ചെയ്യാം. ഓക്കെ. എനിക്ക് വേണ്ടത് 100 ആണ്. 100 കിട്ടണമെങ്കിൽ നമുക്ക് വേണ്ടത് എച്ച് കണ്ടുപിടിക്കുക. എച്ച് കണ്ടുപിടിച്ചിട്ട് ഇവിടെ അങ്ങ് ഇട്ട് കൊടുക്കാം. സോ 7140 85 96 100. ഈ 85 എന്ന് പറയുന്നത് ഞാൻ ഇവിടെ എഴുതാണ്. 7140 ഈക്വൽ ടു 85 5 എത്ര പ്രാവശ്യമാണ്? 85 5 17 പ്രാവശ്യമാണ്. 17 എച്ച് ഇൻറ്റു 96 4 എത്ര പ്രാവശ്യമാണ്? അല്ലെങ്കിൽ 96 4 എത്ര പ്രാവശ്യം? അല്ലെങ്കിൽ 2 എത്ര പ്രാവശ്യം? 48 പ്രാവശ്യം ഡിവൈഡഡ് ബൈ 10 അല്ലെ? ഞാൻ 10 ക്യാൻസൽ ചെയ്ത് കളഞ്ഞാണ്. ഈ 10 അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു 0 കൂടെ ആവും. അത്രേ ഉള്ളൂ. ഇവിടെ നിന്ന് ഞാൻ അത് ക്യാൻസൽ ചെയ്യാണ്. 17 കൊണ്ട് 71 ഡിവൈഡ് ചെയ്താല് എത്ര വരും? 48 എച്ച് ഈക്വൽ ടു 17 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. 17 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 68 ആണല്ലേ? 68 4 പ്രാവശ്യം ബാലൻസ് 34. 34 2 4200 കിട്ടും. അപ്പൊ 48 എച്ച് എന്ന് പറയുന്നത് 4200. എനിക്ക് വേണ്ട 100 എച്ച് ആ, അല്ലെങ്കിൽ വേണ്ട ഈ എച്ച് കണ്ടുപിടിക്കാം. എച്ച് ഈക്വൽ ടു 4200 48 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലെ? 48 വെട്ടിക്കളയാം. 4 വെച്ച് വെട്ടുവാണെങ്കിൽ ഇവിടെ 12 വരും. 12 എച്ച് ഈക്വൽ ടു 20 5 അല്ലെ? 120 4 വെച്ച് വെട്ടിയ 12, ഇവിടെ 150. 4 ഇൻറ്റു 100 400. 4 ഒരു പ്രാവശ്യം 2 1050. സോ 3 വെച്ച് ക്യാൻസൽ ചെയ്യുവാണെങ്കിൽ ഇവിടെ 4 വീണ്ടും വരും. ഇവിടെ 3 15 5 0. ഓക്കെ. 1050. ഓക്കെ. വീണ്ടും 4 ഉണ്ട്. അത് എച്ച് ഈക്വൽ ടു 34 എത്ര പ്രാവശ്യം? 34 8 പ്രാവശ്യം. 30 എത്ര പ്രാവശ്യം? 7 പ്രാവശ്യം. 30 7 പ്രാവശ്യം 28. 20 എത്ര പ്രാവശ്യം? 5 പ്രാവശ്യം അല്ലെ? 87 എന്ന് വരും. നമുക്ക് വേണ്ട എന്താ? 100 എച്ച് ആണ്. രജിസ്റ്റേർഡ് ഓർഡർ എന്ന് പറയുന്നത് 100 എച്ച് ആണ്. സോ 8750 ഓപ്ഷൻ ബി. അപ്പൊ 87 കിട്ടുമ്പോ തന്നെ നമുക്ക് അത് കിട്ടും. 8750. ഓക്കെ. സോ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് വെച്ചാല്, ഞാൻ ഇത് വായിച്ച രീതിയിൽ തന്നെ ഇങ്ങോട്ട് എഴുതി. രജിസ്റ്റേർഡ് വോട്ട് ഞാൻ ടോട്ടൽ രജിസ്റ്റേർഡ് വോട്ട് ഞാൻ 100 എടുത്തു. സോ അതിന്റെ 85% ബോൾഡ് ആണ്. വോട്ട് ചെയ്തത് എത്ര? അതിൽ വാലിഡ് എത്ര? 96%. 4% ഇൻവാലിഡ് ആയിപ്പോയി. ഓക്കെ. അതുവരെ കിട്ടി. പിന്നെ അവിടുന്ന് അവര് കഥ മാറ്റിയായിരുന്നു. കാരണം വിന്നിംഗ് കാൻഡിഡേറ്റും വിന്നിംഗ് കാൻഡിഡേറ്റിന്റെ കാര്യമാണ് പറഞ്ഞു. വിന്നിംഗ് കാൻഡിഡേറ്റിന് 65% വോട്ട് കിട്ടി. സോ ലൂസറിന് 35% ആയിരിക്കും കിട്ടിയത്. അതിന്റെ ഡിഫറൻസ് 30% ആയിരിക്കും. ആ 30% 2142 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് ടോട്ടൽ വാലിഡ് വോട്ട്സ് നമുക്ക് കിട്ടി. ടോട്ടൽ വാലിഡ് വോട്ട് എടുത്ത് ഇവിടെ ഇട്ട് കൊടുത്താൽ നമുക്ക് എച്ച് കിട്ടും. എച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പോൾഡ് വോട്ട് ചോദിച്ചാൽ, രജിസ്റ്റേർഡ് വോട്ട് ചോദിച്ചാൽ, എന്ത് ചോദിച്ചാലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ. സോ അതിൽ നിന്ന് ഇത് കിട്ടി. അങ്ങനെയാണ് ചെയ്തത്. സോ ക്ലിയർ ആണെന്ന് വിചാരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇഫ് ദ തേർഡ് പ്രൊപ്പോർഷൻ ഓഫ് 16 ആൻഡ് 56 ബി എച്ച്. സോ ഇത് തേർഡ് പ്രൊപ്പോർഷൻ എത്രയാണ്? എച്ച് എത്രയാണ് ചോദ്യം. അത് എന്താ തേർഡ് പ്രൊപ്പോർഷൻ ചോദിച്ചാല്,
സോ ഇവിടെ ക്വസ്റ്റ്യനിൽ 16 തന്നിട്ടുണ്ട്, 56 പറഞ്ഞിട്ടുണ്ട്, എക്സും തന്നിട്ടുണ്ട് അല്ലെ. അതായത് 16 56 എന്തുകൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്തത്, ആ സാധനം കൊണ്ട് 56 ഒന്നുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെ. എന്തുകൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്തത് അതുകൊണ്ട് 56 ഒന്നുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ തേർഡ് പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇക്വേഷനും ഉണ്ട്. ഇക്വേഷൻ എന്താണ്? തേർഡ് പ്രൊപ്പോർഷൻ ഈക്വൽ ടു ബി സ്ക്വയർ ബൈ എ അല്ലെ, ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ, ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ അല്ലെ, അതല്ലേ ഇക്വേഷൻ അല്ലെ. ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. 16 56 എന്ത് ചെയ്യും, 16ന്റെ 16 32 48 പിന്നെ ഒരു 8 കൂടെ കൂടുമ്പോൾ 56. അതായത് ഈ 16നെ 3.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോ 3.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് 56 കിട്ടിയത്. സോ 56നെ ഞാൻ 3.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താ 3.5 കൊണ്ട് ഇവിടെ ഞാൻ 3.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്ത് വരും നോക്കും. 56 × 3 എന്ന് പറയുന്നത് 50 × 3 150, 6 × 3 18, അപ്പൊ 168 ആയല്ലോ. പ്ലസ് അര എന്ന് പറയുന്നത് 28, 168 28 188 8 196. അപ്പൊ തേർഡ് പ്രൊപ്പോർഷൻ വെച്ചാൽ എന്താണ്? ഇത് എ, ഇത് ബി, ഇത് സി ആണെങ്കിൽ എയിൽ നിന്ന് ബി എന്താണ് ചെയ്തത്, എത്ര കൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്തത് അത് തന്നെ ബി കൊണ്ട് ബിനെ സിയിലോട്ട് ആവാൻ വേണ്ടി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇക്വേഷൻ ചെയ്ത് നോക്കാം. ഇക്വേഷൻ ഇതാണെന്നാണ് എന്റെ ഓർമ്മയിലാണ് ഞാൻ ഇത് ചെയ്തത്. ബി സ്ക്വയർ എന്ന് വെച്ചാൽ 56 സ്ക്വയർ, 56 ഇൻറ്റു 56 ഡിവൈഡഡ് ബൈ 16. നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4 പ്രാവശ്യം 56 എത്ര പ്രാവശ്യം? 56 1, 16 4 പ്രാവശ്യം. അത് തന്നെ ഇവിടെ വരുമല്ലോ, 4 14. സോ 14ന്റെ സ്ക്വയർ എത്ര? 14ന്റെ സ്ക്വയർ 196. ഓക്കെ. സോ ബി സ്ക്വയർ ബൈ എ. അപ്പൊ തേർഡ് പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ബി സ്ക്വയർ ബൈ എ. പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്യത്തുള്ളൂ. അപ്പൊ ഇത് നമുക്ക് ലോജിക്കല് നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ ഇത് ചെയ്യാം. പിന്നെ ഇത് ഇക്വേഷൻ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇക്വേഷൻ ആയിരിക്കും എളുപ്പം എപ്പോഴും. ഓക്കെ. എന്നാലും കോൺസെപ്റ്റ് കൂടി അറിഞ്ഞിരുന്നാൽ നല്ലതായിരിക്കും. എങ്ങാനും ഒരു വേറെ രീതിയിൽ എങ്ങാനും ചോദിച്ചാലോ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ, അതുകൊണ്ട്. സോ ഇത് എന്താണ്? തേർഡ് പ്രൊപ്പോർഷൻ ഈസ് ഈക്വൽ ടു ആണ്. തേർഡ് പ്രൊപ്പോർഷൻ ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ ബൈ എ. അടുത്ത ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? പ്രിയ ക്യാൻ ഡു എ സെർട്ടൻ പീസ് ഓഫ് വർക്ക് ഇൻ 26 days. സോ പ്രിയ ഒരു വർക്ക് ചെയ്യും 26 ദിവസം കൊണ്ട്. പ്രിയക്ക് 26 ദിവസം. പ്രിയ ആൻഡ് വർഷ ക്യാൻ ടുഗദർ ഡു, പ്രിയ പ്ലസ് വർഷ ക്യാൻ ടുഗദർ ഡു ദിസ് വർക്ക് ഇൻ 13 days, 13 ദിവസം. ഓക്കെ. ഇനി പ്രിയ വർഷ നിമിഷ ക്യാൻ ഡു, പ്രിയ വർഷ നിമിഷ ക്യാൻ ഡു ദ സെയിം വർക്ക് ഇൻ 10 days. 10 days. In how many days Priya Varsha Nisha ആണ്. Priya Varsha Nisha can do the same work in 10 days. In how many days Priya and Nisha do the same work together? സോ ഞാൻ ഇതിന്റെ നമുക്കറിയാം ഇതിന്റെ LCM ആണ് നമ്മൾ ടോട്ടൽ വർക്കായിട്ട് അസ്യൂം ചെയ്യുന്നത്. സോ ടോട്ടൽ വർക്കായിട്ട് ഞാൻ എത്രയെന്ന് അസ്യൂം ചെയ്യും? 26 10 വരുന്നു അല്ലെ. സോ ഞാന് 130 ടോട്ടൽ വർക്ക് 130 എന്ന് ഞാൻ അസ്യൂം ചെയ്തു. ടോട്ടൽ വർക്ക് ഈസ് ഈക്വൽ ടു 130. സോ പ്രിയക്ക് ഈ വർക്ക് ചെയ്യാൻ എത്ര? പ്രിയ 26 ദിവസം കൊണ്ടാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ 130 ഡിവൈഡ് ബൈ 26 ആയിരിക്കും പ്രിയയുടെ എഫിഷ്യൻസി. എത്ര വന്നു? എഫിഷ്യൻസി വേറെ കളർ എഴുതാം. അല്ല, അങ്ങനെ മാറില്ലല്ലേ. ഓക്കെ. പ്രിയയുടെ എഫിഷ്യൻസി എത്രയാ?
പ്രിയയുടെ എഫിഷ്യൻസി 130/26 എന്ന് വെച്ചാൽ 5 പ്രിയയുടെ എഫിഷ്യൻസി, 5 യൂണിറ്റ്. പ്രിയയും വർഷയും കൂടെ ഉള്ള എഫിഷ്യൻസി എത്രയാ? 10. പ്രിയയും വർഷയും നിഷയും കൂടെ ഉള്ള എഫിഷ്യൻസി എത്രയാണ്? 13. സോ പ്രിയയുടെ എഫിഷ്യൻസി 5. പ്രിയയും വർഷയും കൂടെ ഉള്ള എഫിഷ്യൻസി 10. സോ വർഷയുടെ എഫിഷ്യൻസി എത്രയാണ്? ഞാൻ ഇങ്ങോട്ട് ഇപ്പുറത്തോട്ട് എഴുതുവാണ്. പ്രിയയുടെ എഫിഷ്യൻസി നമുക്ക് എത്ര കിട്ടിയ? 5 കിട്ടി. അപ്പൊ പ്രിയയും വർഷയും കൂടെ 10 വർഷയുടെ എഫിഷ്യൻസി എത്ര തന്നെയാണ്? 5 തന്നെയാണ്. അടുത്തെന്താ പറഞ്ഞിരിക്കുന്നത്? പ്രിയയും വർഷയും നിമിഷയും കൂടെ 13 എഫിഷ്യൻസി അല്ലെ? അപ്പൊ അതില് 10 കിട്ടി, ബാലൻസ് 3. നിമിഷയുടെ എഫിഷ്യൻസി എത്ര? 3. ഇനി ചോദിച്ചിരിക്കുന്നത് എന്താണ്? പ്രിയയും വർഷയും നിഷയും പ്രിയയും കൂടെ ഉള്ള രണ്ടുപേരും കൂടെ ചേർന്ന്, ഇപ്പൊ പ്രിയയും നിഷയും കൂടെ ചേർന്നാല് എത്ര വരും? 5ഉം 3ഉം 8 വരും അല്ലെ? 8. സോ 130/8 അതാണ് അവർക്ക് എടുക്കുന്ന ടൈം. സോ അവർക്ക് എത്ര ഡേയ്സ് ആണെന്ന് വെച്ചാല് 130/8 ക്യാൻസൽ ചെയ്യുമ്പം /4 വരും. മുകളിൽ എത്ര? 65 അല്ലെ? 65/4, ഓപ്ഷൻ ബി. ഓക്കെ, നിങ്ങൾ ഈ മെത്തേഡ് തന്നെ ആയിരിക്കും പഠിച്ചിരിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇത് ഈസിയാണ്. ഈ ക്വസ്റ്റ്യൻ ഈസിയാണ്, വളരെ ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഈ ക്വസ്റ്റ്യൻ 9ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ ഒരു 15 മുതൽ 20 സെക്കൻഡിന്റെ ആവശ്യം വരത്തുള്ളൂ. കാരണം എന്താ? ജസ്റ്റ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഈ ക്വസ്റ്റ്യൻ ചെയ്യാനാണെങ്കിൽ നമുക്കൊരു 30 സെക്കൻഡിനകത്ത് ചെയ്യാം. കാരണം ടോട്ടൽ വർക്ക് ഇത് എല്ലാം ഈസി ആയിട്ടുള്ള നമ്പറാണ്. ഇത് ഇത്രയും എഴുതുക. ഇത് വായിക്കുന്നതിന്റെ കൂടെ തന്നെ ഇതങ്ങ് എഴുതി. ടോട്ടൽ വർക്ക് 130 നിർത്തും. നമുക്ക് എഫിഷ്യൻസി കിട്ടി. കഴിഞ്ഞാൽ അതിൽ നേരെ നിഷയുടെ എഫിഷ്യൻസി മാത്രം കണ്ടുപിടിച്ച് പ്രിയ നിഷ കൂടെ കൂട്ടി ഈ 130 അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയല്ലോ. ഇത് ഒരു 30 സെക്കൻഡ് കൊണ്ട് ചെയ്യാം. 30 മുതൽ 40 സെക്കൻഡ് കൊണ്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്ത് തീർക്കാൻ പറ്റും. സോ പക്ഷെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചിലപ്പോൾ സമയം കൂടുതലെടുക്കും. കാരണം എന്ന് വെച്ചാല് ഡയറക്റ്റ് ചോദിച്ചില്ല, ഒരല്പം കറക്റ്റാണ് ചോദിച്ചത്. അപ്പോ അതില് കാൽക്കുലേഷന് ടൈം എടുക്കും. എന്നാലും നമുക്ക് ഓപ്ഷനിൽ നിന്ന് അത് എടുക്കാൻ വേണ്ടിയാണ്. ഓപ്ഷനിൽ നിന്നൊക്കെ അത് കണ്ടുപിടിക്കാം. ഇനി ഒരു കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, 2500 സബ്സ്ക്രൈബേഴ്സ് ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കമ്പ്യൂട്ടറിന്റെ വീഡിയോ ചെയ്യും. ഇമ്പോർട്ടന്റ് ആണ്. CGL ഒക്കെ ടയർ 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യും. ചാനൽ 2500 സബ്സ്ക്രൈബേഴ്സ് ആവണം. അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. പ്ലസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിന് പഠിക്കുന്നവർക്ക് ഇത് ആവശ്യമുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാണ്. അർജുൻ മലൈക്ക. ഓക്കെ, അർജുനും എമ്മും ട്രാവൽ ചെയ്യുവാണ് ഫ്രം ഡൽഹി ടു കാൺപൂർ. അർജുനും മാളവികയായിരിക്കും ആരെങ്കിലും അവിടെ ഹാവ് ടു ട്രാവൽ ഫ്രം ഡൽഹി ടു കാൺപൂർ ഇൻ ദെയർ റെസ്പെക്റ്റീവ് കാർസ്. ഓക്കെ, അവരവരുടെ കാറിൽ നിന്ന് ഡൽഹി ടു കാൺപൂരിലോട്ട് ട്രാവൽ ചെയ്യണം. അർജുൻ 138 കിലോമീറ്റർ പെർ അവറിലും മലൈക്ക 92 കിലോമീറ്റർ പെർ അവറിലുമാണ് ട്രാവൽ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഫൈൻഡ് ദ ടൈം ടേക്കൺ ബൈ മലൈക്ക ടു റീച്ച് കാൺപൂർ ഇഫ് അർജുൻ ടേക്ക് 8 അവർ. അപ്പോൾ അർജുൻ 138 കിലോമീറ്ററിൽ ട്രാവൽ ചെയ്യുന്നു. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് ഇൻറ്റു ടൈം. അർജുൻ എടുക്കുന്നത് 8 മണിക്കൂറാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ടോട്ടൽ ഡിസ്റ്റൻസ്. നമുക്ക് കണ്ടുപിടിക്കുന്നത് മലൈക്കയ്ക്ക് എത്ര ടൈം എടുക്കുന്നു എന്ന്. മലൈക്കാസ് ടൈം എന്ന് വെച്ചാൽ ടോട്ടൽ ഡിസ്റ്റൻസിനെ മലൈക്കയുടെ എന്തുകൊണ്ട് സ്പീഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയല്ലോ. ഡിവൈഡഡ് ബൈ സ്പീഡ് എത്ര? 92. ഈസി ക്വസ്റ്റ്യൻ ആണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇത് ക്യാൻസൽ ആകുമ്പോ എത്ര? 138ഉം 8ഉം 92. 92 4ഉണ്ട്. 138ഉം 8ഉം 92. 92 4ഉണ്ട്. 138
ഇൻറ്റു 2 ഡിവൈഡ് ബൈ 92 4 എത്ര പ്രാവശ്യം? 23 പ്രാവശ്യം. 23 138 ക്യാൻസൽ ആവും 6 പ്രാവശ്യം. 6 2 12. സോ 12 മണിക്കൂർ എടുക്കും മലയാക്കിക്ക്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ ഈസിയാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. 30 സെക്കൻഡിനുള്ളിൽ 30 സെക്കൻഡ്. ഓക്കെ ഓക്കെ, സോ ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻ ഈ വീഡിയോയിൽ ഉള്ളത്. അടുത്ത വീഡിയോയിൽ ബാലൻസ് ക്വസ്റ്റ്യൻ ചെയ്യും. സോ എല്ലാവരും കാണുക, പ്രാക്ടീസ് ചെയ്യുക, നല്ലതായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം അറ്റംപ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ എക്സ്പീരിയൻസ് ആവും. നമ്മൾ എത്ര എത്ര നമ്മൾ വർക്ക് ചെയ്യോ, എത്ര നമ്മൾ ഒരു കാര്യം ചെയ്യുമോ, അത്രയും നമ്മുടെ ബ്രെയിന് യൂസ്ഡ് ആവും. സോ നമ്മുടെ ബ്രെയിന് പെട്ടെന്ന് അത് ആൻസർ തന്നുകൊണ്ടിരിക്കും. സോ ഇപ്പം GK സ്ട്രോങ് ആയിട്ടുള്ള ആള് ഉറപ്പായിട്ടും മാത്സ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന നിങ്ങൾ അറിയില്ല, നിങ്ങളല്ല ഇത് ചെയ്യുന്നത്, നിങ്ങളുടെ ബ്രെയിന് അത് ബ്രെയിനിലെ കണക്ഷൻ ഇംപ്രൂവ് ആവും ഇതുമായി ബന്ധപ്പെട്ട്, മാത്സുമായി ബന്ധപ്പെട്ട്. സോ ദാറ്റ് നിങ്ങൾക്കത് നിങ്ങൾ പോലും അറിയില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഡ്രൈവിംഗ് എങ്ങനെയാണ് പഠിച്ചതെന്ന് ആലോചിച്ചാൽ മതി. നിങ്ങൾ ഡ്രൈവിംഗ് പഠിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പേടിയായിരിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളെ പഠിപ്പിച്ച ആള് അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന മാസ്റ്റർ, പുള്ളിക്കാരെ ഒറ്റ കൈ കൊണ്ട് ഓട്ടിക്കുന്നു, ടാറ്റ പറഞ്ഞുകൊണ്ട് ഓട്ടിക്കുന്നു, റിവേഴ്സ് എല്ലാം ടാറ്റ പറഞ്ഞുകൊണ്ട് എടുക്കുന്നു. അപ്പൊ നിങ്ങൾ ഇങ്ങനെ കണ്ണും തള്ളി നിൽക്കും. ബട്ട് ആ സമയത്ത് നിങ്ങൾക്ക് ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോ പക്ഷെ ഡ്രൈവിംഗ് നല്ലപോലെ അറിയാവുന്ന ഒരാൾ അല്ലെങ്കിൽ പഠിച്ച ഒരാളാണെങ്കിൽ, എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ, നിങ്ങൾ നല്ലപോലെ ഓട്ടിക്കുന്നുണ്ടാവും. ആ ഓട്ടിക്കാൻ നേരത്ത് കഴിഞ്ഞ 1 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ 1 കിലോമീറ്ററിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്തു എന്ന് നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. അതായത് നിങ്ങൾ വണ്ടി ഓടിച്ചു, ആ വണ്ടി ഓടിക്കുന്നതിനിടയ്ക്ക് നിങ്ങൾ എന്തൊക്കെ കണ്ടു, നിങ്ങൾ എത്ര പ്രാവശ്യം ബ്രേക്ക് ചവിട്ടി, എത്ര പ്രാവശ്യം ഗിയർ ചേഞ്ച് ചെയ്തു എന്നൊന്നും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല കഴിഞ്ഞ 1 കിലോമീറ്ററിൽ. കാരണം എന്താ? അത് ഓൾറെഡി ബ്രെയിനാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ടൈപ്പിംഗ് ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ്. ആദ്യം ടൈപ്പ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. വൺസ് ബ്രെയിൻ നമ്മൾ പ്രാക്ടീസ് കൊടുത്താൽ, ബ്രെയിൻ ഇസ് സോ പവർഫുൾ, അത്രയ്ക്ക് പവർഫുൾ ആണ്. ബ്രെയിൻ ചെയ്തോളും, നിങ്ങളൊന്നും ചെയ്യണ്ട. നമുക്ക് കഴിയില്ല എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളല്ല ചെയ്യുന്നത്, നിങ്ങളുടെ ബ്രെയിൻ അത്രയും കേപ്പബിൾ ആണ്. ബ്രെയിൻ ചെയ്തോളും, നിങ്ങൾ പ്രാക്ടീസ് കൊടുത്താൽ മതി. പ്രാക്ടീസ് കൊടുത്ത് നെറ്റ്വർക്ക് കണക്ഷൻ സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ബ്രെയിൻ ചെയ്തോളും. ഓക്കെ, സോ സബ്സ്ക്രൈബ് ചെയ്യുക, സോ ദാറ്റ് നമുക്ക് ആ വീഡിയോ ചെയ്യാം വേഗം. താങ്ക് യു.